Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലമ്പൂർ ചുങ്കത്രയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെപ്റ്റംബർ 4-ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട കാര്യമാണ് 21 ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. വീണിടത്ത് കിടന്ന് ഉരുളുന്ന പരിപാടിയാണ് സർക്കാർ ചെയ്യുന്നത്. തൃശൂർ പൂരം കലക്കിയ ADGP തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത്. മന്ത്രിമാർക്ക് പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പോലീസ് അകമ്പടിയോടെ സേവാഭാരതിയുടെ ആംബുലൻസിലെത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ സെപ്റ്റംബർ 4-ാം തീയതിയാണ് കേരളത്തിലെ പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടുവന്നു. ആദ്യം നിഷേധിച്ചു രണ്ടു കൂട്ടരും, പിന്നെ സമ്മതിച്ചു. 21 ദിവസത്തിന് ശേഷം ഒരു അന്വേഷണം. നേരത്തെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു. വ്യക്തിപരമായി കണ്ടാണ്, അജിത് കുമാർ പാർട്ടിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ടായി. ഇപ്പോ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു 21 ദിവസം കഴിഞ്ഞ ശേഷം. അത് പോട്ടെ, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഉന്നയിച്ച ആരോപണമല്ലേ, സാരമില്ല. ഈ മെയ് മാസത്തിലാണ് 2023 മെയ് മാസത്തിലാണ് ഈ അജിത് കുമാർ അദ്ദേഹത്തെ കണ്ടത്. മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രിക്ക് അറിയാലോ. മുഖ്യമന്ത്രിക്ക് അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്ന, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ RSS ജനറൽ സെക്രട്ടറിയുമായി 1 മണിക്കൂർ സംസാരിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയിട്ട് ഇപ്പൊ 15 മാസമായി. എന്തേ അന്വേഷിക്കായിരുന്നു? ഒരു ഡൊമസ്റ്റിക് എൻക്വയറി എങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയോ? DGP ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി DGPയെ വിളിച്ചത്? ഉടനെ തന്നെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയെ പറ്റുള്ളൂ. അല്ലാതെ വേറെ അന്വേഷണത്തിനൊന്നും പ്രസക്തിയില്ല. കാരണം ഇതൊരു ഇപ്പൊ ആരോ പറയും ജുഡീഷ്യൽ അന്വേഷണം വേണം. ജുഡീഷ്യൽ അന്വേഷണത്തിന് നടത്താൻ ഇതൊരു ക്രൈം അല്ലല്ലോ, ഇതൊരു IPC പ്രകാരമുള്ള ഒരു ക്രൈം അല്ലല്ലോ. ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് ഉന്നയിച്ചത്. ADGP ഒരു ക്രൈം ചെയ്തോന്നല്ല ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദൂതനായി ചെന്ന് കണ്ട് BJPയെ ജയിപ്പിക്കാനുള്ള എല്ലാ സഹായം ചെയ്തവരെ ഇങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടത്. മനസ്സിലായി? വേണമെങ്കിൽ ഒരു ക്രൈം ഉണ്ടാക്കാം. എങ്ങനെ? ഈ കേസ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ വേണ്ടി സെൻട്രൽ ഏജൻസീസിന്റെ അന്വേഷണത്തെ, അത് ഉദ്യോഗസ്ഥരൊന്നും അല്ല കണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണം 15 മാസമായിട്ട് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണവും കഴിഞ്ഞ 21 ദിവസമായിട്ട് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയത് എന്നത് തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. അപ്പൊ ഈ അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണ്? കാരണം ഒരു പ്രതി മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇയാൾ പോയത്. എന്നിട്ട് മുഖ്യമന്ത്രി തന്നെ അന്വേഷണം ഇടുന്നു. അത് പൂരം കലക്കിയത് അജിത് കുമാർ അന്വേഷിച്ച പോലെ തന്നെ. മനസ്സിലായില്ല? ഈ പൂരം കലക്കാൻ വേണ്ടി പോകുമ്പോ ഈ ADGP ആ കമ്മീഷൻ ഒന്ന് വിളിച്ചോ? ഇല്ലല്ലോ. അവിടെ പോയോ? ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയോ? വെളുപ്പിന് വരെ ഉണ്ടായിരുന്നല്ലോ. വെളുപ്പിന് ക്യാമ്പിലേക്കാ പോയത്. അപ്പൊ പൂരം കലക്കാനുള്ള ദൗത്യമായിട്ടാണ് ചെന്നത്. അല്ല, ഇദ്ദേഹം പറയണതിൽ എന്താ അർത്ഥം? ഇദ്ദേഹമാണ് കലക്കാൻ നേതൃത്വം. മുഖ്യമന്ത്രി BJP CPM ബാന്ധവത്തിന്റെ ഭാഗമായി പൂരം കലക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സുനിൽ കുമാർ പോയി അവിടെ നിന്ന്, K മുരളീധരൻ പോയി അവിടെ നിന്ന്. അപ്പോൾ പോലീസിന് പോലും വരാൻ പറ്റാത്ത, മന്ത്രിമാർക്ക് പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്ക് സേവാഭാരതിയുടെ വാനിൽ, ആംബുലൻസിൽ മുമ്പിലും പുറയിലും പോലീസായി BJPയുടെ കാൻഡിഡേറ്റ് അവിടെ രക്ഷകനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. എന്തൊരു നാടകമാണ്! ADGP RSS നേതാക്കളെ കണ്ടത് വിജയിപ്പിക്കാൻ സഹായിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കൈമാറാനാണ്. ഈ ഉറപ്പ് പാലിക്കാനാണ് പൂരം കലക്കിയത്. അജിത് കുമാർ പൂരം കലക്കിയ ദിവസം സ്ഥലത്തുണ്ടായിരുന്നതായി പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്. PV അൻവറിനെ കോൺഗ്രസിലെടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല. LDFന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ താൻ ഇടപെടാറില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പൂരം കലക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നത് ഇപ്പൊ ഞങ്ങൾ എന്താ ആരോപണം ഉന്നയിച്ചത്? ആദ്യം ഞങ്ങൾ പറഞ്ഞു പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി. രണ്ടാമത് പറഞ്ഞു ഈ കമ്മീഷണറെ നടപടിയെടുത്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കമ്മീഷണർ അല്ല പ്രതി, കമ്മീഷണർക്ക് മീതെ ക്രമസമാധാന ചുമതലയുള്ള ADGP പൂരം നടക്കുന്ന ടൗണിൽ ഉണ്ടായിരുന്നു.
അത് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഇതുവരെ ആ കാര്യം ആരും നിഷേധിച്ചിട്ടില്ല. മൂന്നാമതൊരു കാര്യം ഞങ്ങൾ പറഞ്ഞു, സിറ്റി പോലീസ് കമ്മീഷണർ നിരന്തരമായി സാധാരണ എല്ലാ വർഷവും കൊടുക്കുന്ന പോലീസ് മാനേജ്മെന്റിന്റെ ഒരു പ്ലാൻ കൊടുത്തപ്പോൾ ആ പ്ലാൻ വേണ്ട എന്ന് പറഞ്ഞ് അത് വലിച്ചെറിഞ്ഞ് അജിത് കുമാർ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ പൂരം കലക്കിയത്. അത് പൂരം നടത്താനുള്ള പ്ലാൻ അല്ലായിരുന്നു, പൂരം കലക്കാനുള്ള പ്ലാനായിരുന്നു. പൂരം കലക്കാനുള്ള പോലീസ് പ്ലാൻ അവതരിപ്പിച്ച അജിത് കുമാറിനെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിപ്പിച്ച ആളാണ് ഈ മുഖ്യമന്ത്രി. സർക്കാരിന് വേണ്ടപ്പെട്ടവർക്കെതിരെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ആരെയോ വേണ്ടപ്പെട്ടവരെ ഒഴിവാക്കാനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.